നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്റെ മുറിയിലൊന്നും കയറണ്ട. അതെന്താ? എന്റെ മുറിയിൽ വേറെ ആരും കയറുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇത് ഞങ്ങളുടെ വീടാ. ഇവിടെ ഏത് മുറിയിലും കയറാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. ഞാൻ കേറും. അങ്ങോട്ട് മാറാ. ഞാൻ സമ്മതിക്കില്ലെങ്കിലോ? നിന്റെ സമ്മതം എനിക്ക് വേണ്ടെങ്കിലോ? ഈ മുറിയിൽ ചേച്ചി വിചാരിക്കുന്ന പോലെ ആരും ഇല്ല. അത് നിന്റെ ഈ ടെൻഷൻ കാണുമ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവിടെ മാറി കിടി. മാറാനങ്ങോട്ട്. ഇവിടെ ആരും ഇല്ല. നീ പറയുന്ന ഞാൻ അങ്ങ് വിശ്വസിച്ചു. ആഹാ, അത് ശരി. നീ അപ്പൊ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? ഇങ്ങോട്ട് ഇറങ്ങടാ. ഇറങ്ങടാ ഇങ്ങോട്ടാ. എന്റെ ഊഹ ശരിയായില്ലേ? ഓരോ മുറി കയറി ഇറങ്ങുമ്പോഴും ഇതിനകത്ത് ആരും ഉണ്ടാവില്ലെന്നായിരുന്നു എന്റെ പ്രാർത്ഥന. അത് തെറ്റി. നീ തെറ്റിച്ചു. നീ ഇതുപോലെ ഒരു വൃത്തിയായിട്ട പെണ്ണാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ ഇറങ്ങിക്കാണോ ഇവിടുന്ന്? ഒരു നിമിഷം നീ ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല. പോൻ എനിക്ക് സൗകര്യം ഇല്ലെങ്കിലോ? നിന്നെ ഇറക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ചേച്ചി മോനെ സിദ്ധു, ഞാനാടാ. എടാ ഇവളില്ലേടാ. എടാ ഹലോ. എടാ ഫോൺ ഇങ്ങോട്ട് തരാൻ. എന്റെ തനു സ്വഭാവം അടുപ്പിക്കല്ലേ കേട്ടല്ലോ. വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഓരോ തോന്നിയ ദിവസങ്ങളും സിദ്ധുവിനെ വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ. ഹലോ ചേച്ചി, എന്തുണ്ടെങ്കിലും നമുക്ക് സംസാരിച്ച് തീർക്കാം. അങ്ങനെ ഇപ്പൊ തീർക്കണ്ടേടി. നീ ശരിക്കും ആരാണെന്ന് എല്ലാവരും അറിയട്ടെ. ഫോൺ തരാൻ. ഫോൺ താടി. ഫോൺ ഇങ്ങോട്ട് തരാനാ പറഞ്ഞില്ല. എന്റെ ഫോൺ തരാൻ. ചന്ദ്ര. ചന്ദ്രേ, എന്റെ ഫോൺ. എന്റെ ഫോൺ തരാനോ? ഫോൺ കിട്ടും നിങ്ങൾ വിചാരിക്കണ്ട. ഞാനിത് തരില്ല. അത് എന്റെ ഫോണാന്ന്. ആരുടെ ഫോണാണെങ്കിലും ഇതീ നാരം വിളിച്ച് ഇവിടെ നടന്നത് പറയാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്ക് സകല വൃത്തിയോട് കാണിക്കാം. ഞാൻ അതൊന്നും പറയാൻ പാടില്ല അല്ലേ? അത് എവിടുത്തെ നിയമമാടി? നിങ്ങളുടെ ആങ്ങളെ വൃത്തികേട് കാണിക്കുന്നുണ്ടല്ലോ, അതെന്താ പറയാത്തെ? പൊട്ട പകലല്ലേ ദേവിയം കൊണ്ട് കറങ്ങി നടക്കുന്നേ. അത് തെറ്റല്ലെങ്കിൽ ഇതും തെറ്റല്ല. തെറ്റ് ശരിയും തീരുമാനിക്കാനാ ഞാൻ സിദ്ധുവിനെ വിളിക്കുന്നത്. എത്ര നേരം നീ എന്റെ ഫോൺ കൈവച്ചോണ്ടിരിക്കൂടി? എല്ലാരും ഇവിടെ എത്തുമല്ലോ, അപ്പൊ ഞാൻ ഇതെല്ലാം പറയും. പറയാൻ നിങ്ങൾ ഉണ്ടായിട്ട് വേണ്ടേ? മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങിക്കോ. ഇനി ഈ വീട്ടിൽ നിങ്ങൾ താമസിക്കണ്ട. ഇത് എന്റെ വീടാടി. ഒരിക്കലുമല്ല. രേഖകളൊക്കെ ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീട്ടിൽ ഒരവകാശവും ഇല്ല. എന്നാ ചന്ദ്ര, ഞാൻ ഇറങ്ങട്ടെ. പോവാൻ വരട്ടെ വിഷ്ണു. ഇതിനൊരു തീരുമാനമായിട്ട് പോയാൽ മതി. അതാ നല്ലത്. അവരൊക്കെ വരുമ്പോഴേ നീ ഇവിടെ ഉണ്ടാവണം. എങ്കിലേ ഇവിടെ നടന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ.
ഇറങ്ങാൻ പോകുന്നതേ വിഷ്ണു അല്ല, നിങ്ങളാ. വാ ഇങ്ങോട്ട്. ചന്ദ്രല്ലേ നിങ്ങളെ വിടാനെന്നെ. ചന്ദ്രടി ഇറങ്ങി വിടാനാ പറഞ്ഞത്. ഇറങ്ങിങ്ങോട്ട്. ചന്ദ്രൻ എന്നെ വിടാനാ പറഞ്ഞത്. ചന്ദ്രേ, ഇറങ്ങ്. വിടാനാ. ഞാൻ വരില്ല. ഇത് എന്റെ വീടാ, ഞാൻ ഇറങ്ങത്തില്ല. മാറി അങ്ങോട്ട്. മാറി അങ്ങോട്ട്, എന്നെ വിടാനാ. അയ്യോ ചന്ദ്ര മാറി. ഇങ്ങോട്ട് അങ്ങോട്ട്. വിടാനാ. ദൈവമേ. ഇറങ്ങോട്ട്. ചന്ദ്രൻ ഇറങ്ങണ്ടില്ലേ പറഞ്ഞു. ചുമ്മാ ഇരി ചന്ദ്രൻ. ചുമ്മാ ഇരിക്കാനാ. ചന്ദ്രൻ. വിടാനാ. എന്നെ വിടാനോ. ഞാൻ വരത്തില്ല, ഇത് എന്റെ വീടാ. ഞാൻ വരത്തില്ല. ചന്ദ്രൻ എന്നെ വിടാനാ പറഞ്ഞത്. ചന്ദ്രേ, ചന്ദ്രൻ എന്നെ ഇറക്കി വിടരുത്. ചന്ദ്രേ, ചന്ദ്രൻ എന്നെ വിടാൻ. ചന്ദ്രൻ എന്നെ വിടാനാ പറഞ്ഞത്. ചന്ദ്രൻ വിടാൻ. ചന്ദ്രേ, ചന്ദ്ര ഗേറ്റ് അടയ്ക്കരുത്. ചന്ദ്ര ഗേറ്റ് അടയ്ക്കില്ലെന്നാ പറഞ്ഞത്. ചന്ദ്രേ, ചന്ദ്ര പ്ലീസ്, ചന്ദ്ര ഗേറ്റ് അടയ്ക്കരുത്. ചന്ദ്രേ, ചന്ദ്രേ, ചന്ദ്രൻ എന്റെ കാല് പിടിക്കാൻ അകത്ത് കയറ്റി. ചന്ദ്ര ചന്ദ്രേ, ചന്ദ്ര പ്ലീസ്, ചന്ദ്ര, ചന്ദ്ര, ചന്ദ്ര ഗേറ്റ് പൂട്ടരുത്. ചന്ദ്രേ, ഇനി ഈ വീടിനകത്ത് കാല് കുത്തി പോരുത്. കല്യാണം കഴിച്ചു വിട്ടാ പെണ്ണ് ചെറുക്കന്റെ വീട്ടിലാ താമസിക്കേണ്ട. കെട്ടുന്ന പെണ്ണിനെ പോറ്റാൻ കഴിയാത്തവനൊന്നും പെണ്ണ് കെട്ടാ